ശ്രീ പ്രഫുൽ കൃഷ്ണ, ജാമിയ മിലിയ സർവകലാശാലയിൽ ഭീകര സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇപ്പോഴും സജീവമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ മറ്റൊരു പേരാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിലാണ് പ്രവർത്തനം. അവരുടെ ആശയങ്ങളൊക്കെ തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെ അനുകൂലിക്കുന്ന തരത്തിലാണ്. ഇവരുടെ കൂട്ടായ്മകളുടെ ഉദ്ദേശവും ഒക്കെ അതുതന്നെയാണ്. എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? കാരണം കേരളത്തിലേത് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പല സർവകലാശാലകളിലും ഇത്തരത്തിൽ പല പല പേരുകളിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല പേരുകളിലാണ് ഇത്തരം കൂട്ടായ്മകൾ. അതിന് ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ സ്ലീപ്പർ സെല്ലുകൾ, ആ സ്ലീപ്പർ സെല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വപരമായിട്ടുള്ള പങ്ക് അത് മലയാളികളാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായും അവർ നിർമ്മാത പ്രവർത്തനം തുടരുകയാണ്. രാജ്യത്തെ ക്യാമ്പസുകളിൽ തന്നെ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പല പേരുകളിൽ അവർ ആറ്റൽ തോലണിഞ്ഞ ചെന്നായ്ക്കളായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ ക്യാമ്പസുകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ആ മതപരിവർത്തനം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാ? അപ്പൊ അത് ക്യാമ്പസുകൾക്കുള്ളിൽ നിന്നാണ്. അപ്പൊ ക്യാമ്പസുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിഘടനവാദ ശ്രമങ്ങൾക്കുള്ള തുടക്കമിടുകയാണ്. അത് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ ആശങ്കയോടുകൂടി നാം നോക്കി കാണേണ്ട വിഷയം തന്നെയാണ്. അതെ, വളരെ നന്ദി ശ്രീ പ്രഫുൽ കൃഷ്ണൻ പ്രതികരിച്ചതിന്.